والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. MEP പാരന്റ്സ് മദ്രസയുടെ ഹിഫ്ളുപരമായിട്ടുള്ള ക്ലാസ്സിലാണ് നാം എല്ലാവരും ഇരിക്കുന്നത്. നിലവിൽ അൽഹംദുലില്ലാ അൽഹാക്കുമുത് തകാസുർ എന്ന സൂറത്ത് മുതൽ ഏകദേശം നാസ് വരെയുള്ള സൂറത്തുകൾ നമ്മൾ കാണാതെ പഠിച്ചു. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഓദിപ്പിക്കും. അതിന് മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ റമദാനിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. ഒരു ഹർഫ് ഓതിയാൽ പോലും 70 അല്ലെങ്കിൽ അതിനപ്പുറം ഇരട്ടി പ്രതിഫലമുള്ള കൂലി കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മാസമാണ്. ഖുർആൻ പഠിക്കാനും അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഓതാനും ഒരുക്കിയിട്ടുള്ള ഈ സംവിധാനത്തെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തി ഈ മാസത്തിൽ പരമാവധി ഖുർആനുമായി ബന്ധം പുലർത്തുന്നവരായി നമുക്ക് മാറാൻ സാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ എടുത്തതെന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ എടുത്തതെന്ന് ആർക്കും ഓർമ്മയില്ല? ഇർഫാന്റെ നിയമങ്ങള്, നൂന്റെ തൻവീന്റെ നിയമങ്ങള്. തൻവീന്റെ നിയമങ്ങള്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അതന്നെ എടുത്തത് അല്ലെ? നമ്മൾ ഇന്ന് പറയുന്നത് ഇദ്ഹാർ മാത്ര. ആ തൻവീനിന്റെയും സക്കനായ നൂനിന്റെയും വിഷയം ഒന്നും കൂടി വിശദീകരിച്ചിട്ട് ശേഷം ഇദ്ഹാർ മാത്രം, നമുക്ക് ഇദ്ഹാറിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തി എനിക്ക് കാണിച്ചു തരണം. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യണത്, അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നിലവില് 37 ആളുകള് 38 ആളുകൾ കയറിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ക്ലാസ്സിന്റെ അറ്റൻഡൻസ് ഏകദേശം 80ഓളം ഉണ്ട്. അപ്പോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടത് കൂടിയുണ്ട്. കാരണം നോമ്പായതുകൊണ്ട് തന്നെ ഉറക്കം, അതുപോലെ പലതരത്തിലുള്ള തിരക്കുകളും ഉണ്ടാവും. സമയം മാറിയിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് ആദ്യത്തെ ഒരു 10 മിനിറ്റ് പഴയതൊന്ന് റിവൈസ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അപ്പത്തേക്കും എല്ലാവരും കേറും എന്ന് വിചാരിക്കും. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്, തുടങ്ങിയത് നമ്മൾ ഇതുമ്മിൽ നിന്നാണ് അല്ലെ? നമ്മൾ തുടങ്ങിയത് ഇതിൽ നിന്നാണ്, തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ തൊട്ടാണ് നമ്മൾ പഠിച്ചത്. ഈ അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്ന് വരേണ്ടതാണ് എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം നാവിൽ നിന്ന് വരേണ്ട അക്ഷരങ്ങൾ പഠിച്ചു. ഈ അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് നാവിൽ നിന്ന് വരണം എന്ന രൂപത്തിലാണ്. നാവിൽ നിന്ന് വരേണ്ട അക്ഷരങ്ങളായിക്കൊണ്ട് ഇത് പഠിച്ചു അല്ലെ? ഖാഫ്, കാഫ്, ജീമ്, ഷീന്, യാ, ദ്വാദ്, ലാമ്, നൂന്, റാ, താ, ദാല്, ത്വാ, സാ, ഗാല്, ളാ, ദ, സീൻ, ഷീൻ. ഇത്ര അക്ഷരങ്ങള്, ഇത്ര അക്ഷരങ്ങളാണ് വായയിൽ വരുന്ന, അത് നാക്ക് ഉപയോഗിച്ച് പറയേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ അതാണ് പഠിച്ചത്. അതുപോലെ തന്നെ ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ അതും പഠിച്ചു. ഏതൊക്കെയാണ്? ഫാ, ബാ, മീമ്, വാവ്. ഓക്കെ, ഈ അക്ഷരങ്ങളും പഠിച്ചു. പിന്നെ നമ്മള് തരിമൂക്ക് പഠിച്ചു. മണിക്കുമ്പോ മൂക്ക് ഉപയോഗിക്കും എന്നുള്ള കാര്യം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യം നിലവിലില്ല.
നമ്മൾ അതിനുശേഷം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഷദ്ദിനെ കുറിച്ചായിരുന്നു. എങ്ങനെയാണ് ഷദ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിങ്ങൾക്കൊക്കെ ഓതുന്നത് ഷദ് അനുസരിച്ച് തന്നെയാണ്. ഞാൻ അതിനെ ഒന്ന് എന്താണെന്ന് ബോധ്യപ്പെടുത്തുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. അൽഹംദുലില്ലാ. അപ്പോ അതാണ് നമ്മൾ ഷദ്ദുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. അബ്ബ എന്ന് നമ്മൾ ഖുർആനിൽ എവിടെയെങ്കിലും ഓതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഖിത്തുൻ എന്ന് ഓതിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ളത് ഖിത്തുൻ എന്ന രണ്ട് ത്വാ വരുന്നുണ്ട്. ആ രണ്ട് ത്വായിനെ ചേർത്തത് കൊണ്ടാണ് ഷദ്ദായി അത് മാറപ്പെട്ടത് എന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആ ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് നമ്മൾ പഠിച്ചതാണ് നേരത്തെ സഹോദരി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വസ്തുത, സാക്കിനായ നൂന് തൻവീൻ. സുക്കൂനുള്ള നൂന് തൻവീൻ. സുക്കൂനിനെ സാക്കിൻ എന്നാണല്ലോ പറയാ. സുക്കൂനുള്ള നൂന് തൻവീന്. ഓക്കെ, നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ എന്തുണ്ട്, അത്തരത്തിലുള്ള വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ താഴെ തന്നെ എനിക്ക് തോന്നുന്നത് കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വായിപ്പിച്ചതാണ്. സൗ ഇൻ എന്നുള്ളത് തൻവീനാണ്. കരീബുൻ അതെന്താണ്, തൻവീനാണ്. ഫമൻ അത് സാക്കിനായ നൂനാണ്, സുക്കൂനുള്ള നൂനാണ് വന്നിരിക്കുന്നത്. അലീമുൻ തൻവീനാണ്. കുൻ അതും സാക്കിനായ നൂനാണ്. മറലുൻ തൻവീനാണ്. റസൂലുൻ തൻവീനാണ്. ഷൈഅൻ തൻവീനാണ്. ഗിശാവത്തുൻ തൻവീനാണ്. ഗാസിഖിൻ തൻവീനാണ്. ഹുദൻ തൻവീനാണ്. നിങ്ങൾക്കൊരു ചെറിയ ടാസ്ക് തരാം. നിങ്ങൾ പരിശുദ്ധ ഖുർആനിന്ന് നിങ്ങളത് ഖുർആൻ തുറന്നിട്ട് ഏകദേശം അത്യാവശ്യം 50 ആളായിട്ടുണ്ടല്ലോ. കുറച്ച് ഇതുപോലെ ഒരാള് ഒരു തൻവീനും ഒരു സുക്കൂനുള്ള നൂനും ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പായി കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാലോ. ഓക്കെ, എല്ലാവരും ഒന്ന് ഖുർആൻ തുറന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഇൻഷാ അല്ലാഹ് തുറക്ക. എവിടെയെങ്കിലും സുക്കൂറുള്ള നൂനുള്ള ഒരു വേർഡ് കണ്ട വോയിസ് ഓണൊക്കെ പറയാം. ശേഷം തൻവീന്റെ ഒരു വേർഡ് കണ്ട വോയിസ് ഓണൊക്കെ പറയാം. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. യൗമഇദിൻ. ഓക്കെ, തൻവീനാണ്. ഓക്കെ, മാഷാ അല്ലാഹ്. ഇനി സുക്കൂനുള്ള നൂന് വേണം. അതുപോലെ അടുത്ത ആളുകൾ മിൻ കബൽ. മിൻ മിൻ. കബൽ. കബല് വേണ്ട, മിൻ സുക്കൂനുള്ള നൂൻ. മിൻ. ഓക്കെ. عذابا قريبا. അദാബൻ. ഓക്കെ, രണ്ടും ഉണ്ടല്ലേ, മാഷാ അല്ലാഹ്. ഓലിയത്തുൻ. എങ്ങനെ? ഓലിയത്തുൻ. ആലിയത്തുൻ. ഓക്കെ. വേറെ ബാക്കിയുള്ളവര് എനിക്കൊരു തൻവീൻ ഇഷ്ടം പോലെ കിട്ടും. സുക്കൂനുള്ള നൂന് കിട്ടിയ മാക്സിമം പറയും കേട്ടോ. നമുക്ക് അതാണ് കുറച്ച് ആളുകൾക്ക് ഡൗട്ട് വരുന്നത്. കാരണം സെന്ററിലൊക്കെ വരും. മാഊൻ. മാഊൻ. ഏത് സൂറ മാഊന് ലാസ്റ്റ് ആയത്താണോ? അവിടെ തൻവീൻ ഉണ്ടോ? ഓതുമ്പോ തൻവീൻ കൊടുക്കലല്ലേ? അല്ല സോറി, സുക്കൂൻ കൊടുക്കലല്ലേ? ഉണ്ടോ? വയൻ. യെസ്, മാഷാ അല്ലാഹ്. ഇടയിൽ വന്നു. അതാണ് അങ്ങനത്തെ സാധനങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്. വയൻ കലിബ്. വയൻ സുക്കൂനുള്ള നൂൻ. ഓക്കെ, അതുപോലത്തത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂൻ ഏതായാലും കുഴപ്പമില്ല, പറഞ്ഞോളെ. മിൻഹും. മിൻ. യെസ്, മാഷാ അല്ലാഹ്. ഇടയിൽ വന്നത് ഐ യഗ്ഫിർ. സുക്കൂനുള്ള നൂനാണ് കേട്ടോ.
അനിയഗ്ഫിർ എന്നാണോ? അൻ യഗ്ഫിർ ആണ്. ഓക്കെ, ഞാൻ അയ്യന്ന് ആദ്യം കേട്ടത് അതാ. ഓക്കെ, മാഷാഅല്ലാ. വേറെ എല്ലാരും ആയോ? ഇല്ലല്ലോ, ഇനിയും കുറച്ച് ആൾക്കാർ പറയാനുണ്ടെന്ന് പറഞ്ഞു. കുന്തും ഇൻ അൻതും എല്ലാണ്ടും ശരിയാണ്. മാഷാഅല്ലാ. ആണുങ്ങളൊക്കെ എന്ത് പറ്റി? പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂല്ലോ റെഡി ആയിട്ട്. മാഷാഅല്ലാ. فأما من ثقلت موازينه. മൻ തഖുലത്ത്, മൻ. മാഷാഅല്ലാ. ഓക്കെ, വേറെ ഇനിയുണ്ട് ആണുങ്ങള്. فلا പെണ്ണുങ്ങൾ تنهر തൻഹർ. മാഷാഅല്ലാ. തൻഹർ കറക്റ്റ് ആണ്. മാഷാഅല്ലാ. സ്ത്രീകൾക്കും പറയാട്ടോ, ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞതല്ല, എല്ലാവരും പറയാൻ വേണ്ടി മാത്രമാണ്. നമുക്കിത് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞാലാണ്. നിങ്ങളത് കാണണം. തൻവീൻ സുക്കൂനുള്ള നൂനം. فرت من قسورة മിൻ കസ്വർ. من قسوة قسورة മിൻ രണ്ട്. മാഷാഅല്ലാ. سورة المدثر. വേറെ എല്ലാവരും ഖുർആൻ عذاب أليم ബിൻ അലീം. അത് തൻവീനാണ്. സുക്കൂനുള്ള നൂനുണ്ടോ? من ഓ മിൻ. ഓക്കെ, عذاب മിൻ അദാബിൻ. ഓക്കെ, ജസാക്കല്ലാ. മിൻ അദാബിൻ അലീം. മാഷാഅല്ലാ. മിൻ ദിക്രി. മിൻ ദിക്രി. എല്ലാരും മിന്നുമ കയറി പിടിച്ചേക്കണല്ലേ. ഇഷ്ടംപോലെ ഉണ്ട് മിന്ന്. കിതാബുൻ ഉൻസില. ഉൻസില. അത് അങ്ങനത്തെ വെറൈറ്റികൾ വരട്ടെ. ഉൻസില. അവിടെ ഓതുമ്പോ നമ്മൾ അങ്ങനെ ഓതാ, കാരണം നിയമമുണ്ട്. പക്ഷെ അതാ പറയാം. وإن كنتم കുന്തും. മാഷാഅല്ലാ. യകുൻ ലഹു. യകുൻ ലഹു കറക്റ്റ് സാധനം. ഇദ്ഗാം. മാഷാഅല്ലാ. അതൊക്കെ നമ്മൾ പഠിക്കാനുള്ള നിയമങ്ങളാണ്. യകുൻ ലഹു എന്നാണ്, പക്ഷെ നമ്മൾ ഓതുമ്പോ യകുൻ ലഹു എന്നാ ഓതാ. അതൊക്കെ പഠിക്കും നമ്മള്. ഇൻഷാല്ലാ. ബലിൽ ഇൻസാനു ഇൻസാന് നൂന് ഇൻസാൻ. മാഷാഅല്ലാ. ഒരു 2 മിനിറ്റും കൂടി തരാം. കറക്റ്റ് 15 നമുക്ക് നിർത്താം. ലയൻ മദൻ. മാഷാഅല്ലാ. അടിപൊളി സാധനങ്ങളാണ് അതൊക്കെ. الذي أنقض ഖല. ഓക്കെ, മാഷാഅല്ലാ. അറുപത് ആളുകളായി. മാഷാഅല്ലാ. കേറി വരുന്നുണ്ട്. 2 മിനിറ്റും കൂടി ഉണ്ട്. പറയാത്തവർക്ക് പെട്ടെന്ന് പറയാം. ഇൻഷാല്ലാ. കേട്ടില്ല. മാഹും അൻഹ. ഓ, നമ്മളിപ്പോ പഠിക്കാൻ പോണ നിയമത്തിന് പറ്റിയ ഉദാഹരണമാണ് അൻഹ. അടുത്ത നിയമം അതാ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാഷാഅല്ലാ. ഇൻ കുന്തും അല്ലെ? ഇൻ കുന്തും. 2 സുക്കൂനുള്ള നോനുണ്ട്. 1 മിനിറ്റും കൂടി. വലിക്കുല്ലി മാത്രം കേട്ടോളൂ. വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ. മൻസക്കൻ. ആ മൻസക്കൻ പറഞ്ഞാ പോരായിരുന്നു. നിങ്ങൾ കഷ്ടപ്പെട്ട് അവിടുത്തെ വണ്ടി ഓടിച്ച് വരണായിരുന്നു. മാഷാഅല്ലാ. ശരി. അടുത്തത് വലിമൻ ദഖല. മാഷാഅല്ലാ. ഒരു ഇത്ത ഇടയിൽ പറഞ്ഞിരുന്നു. വലിമൻ ദഖല കറക്റ്റ് ആണ്. അൻഹും കറക്റ്റ് ആണ്. മാഷാഅല്ലാ. അൻഹും വറദു അൻഹു. മാഷാഅല്ലാ. ഓക്കെ, 1 മിനിറ്റ്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോ. 1 മിനിറ്റ് ലാസ്റ്റ്. ഇൻസാൻ അല്ലെ? യെസ്. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ. അൽഹംദുലില്ലാ. അപ്പൊ ഏകദേശം എല്ലാവരും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറയാനുള്ളത് പോലെ ഞാൻ ഖബറിന്റെ അരികിലിരുന്നാണ് ക്ലാസ് എടുക്കുന്നത്. എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. എന്നാൽ പോലും അൽഹംദുലില്ലാ നിങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് ഇരിപ്പുണ്ട്. അടുക്കളയിലൊന്നും അല്ല എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ. അപ്പോ നമ്മളിപ്പോ നിലവിലെ ഏകദേശം സുക്കൂനുള്ള നൂന് തൻവീന് എന്താണെന്ന് മനസ്സിലാക്കി. ഖുറാന്റെ ഏത് ഭാഗത്തും വരും, തുടക്കത്തിൽ വരില്ല. തൻവീൻ എപ്പോഴും അവസാനത്തിൽ മാത്രമേ വരുള്ളൂ. ചില സന്ദർഭങ്ങളിൽ മാത്രം ഇടയിലും വരും. എന്നാൽ സുക്കൂനുള്ള നൂന് ഇടയിലും വരും, ലാസ്റ്റിലും വരും. പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് സുക്കൂനുള്ള നൂനെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത് മിൻഹും എന്നുള്ളതാണ്.
കണ്ടോ? മിൻ ഇടയിലാ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവസാനത്തിൽ വന്ന ഉദാഹരണങ്ങൾ മൻ പോലത്തെ ഉദാഹരണങ്ങളും പറഞ്ഞവരുണ്ട്. അപ്പോ സുക്കൂനുള്ള നൂന് തൻവീൻ ഈ രണ്ട് പ്രക്രിയകൾക്ക് ഖുറാനിൽ സുക്കൂൻ വന്നിട്ടുള്ള നൂനിനും അതുപോലെ തന്നെ വന്നിട്ടുള്ള തൻവീനുകൾക്കും ഒരു പ്രത്യേകത. ഖുർആനിന്റെ വർത്തിലിൽ ഖുർആനെ തർത്തീല എന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും ഭംഗിയായി ഓതാൻ അതിനെ 5 സന്ദർഭങ്ങള്, ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിലെ നന്നായി ഓതാനുള്ള 5 സന്ദർഭങ്ങളെ ലീഡ് ചെയ്യുന്നത് ഈ സുക്കൂനുള്ള നൂനും തൻവീനുമാണ്. എവിടെ സുക്കൂനുള്ള നൂനോ തൻവീനോ വന്നോ അതിന് ശേഷം വരുന്ന അക്ഷരത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഖുർആനിന്റെ ഓത്തിനെ മാറ്റേണ്ടത്. ഉദാഹരണം, നേരത്തെ ഒരുത്ത പറഞ്ഞ ഉദാഹരണമാണ് ഉൻസില, അല്ലെ? ഉൻസില സുക്കൂനുള്ള നൂനാണ് വന്നിട്ടുള്ളത്. ശേഷം വന്നത് ആണ്. ഒരു നിയമമുണ്ട്, അതിന്റെ പേര് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൊക്കെ പഠിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫമൻ സഖുലത്ത്, അല്ലെ? അവിടെയും സുക്കൂനുള്ള നൂനേശം വന്നത് സായാണ്, കുത്തുള്ള സാ. അവിടെയും നിയമമുണ്ട്, അവിടെ ഓതേണ്ട രീതിയുണ്ട്. നേരത്തെ പറഞ്ഞ മിൻഹും ഓതേണ്ട നീതിയുണ്ട്. അൻഹ ഓതേണ്ട രീതിയുണ്ട്. കാരണം സുക്കൂനുള്ള നൂനേശ ഹായ വന്നിട്ടുള്ളത്. അദാബൻ അലീമ ഒരാൾ ആദ്യം പറഞ്ഞ ഉദാഹരണം, അദാബൻ അലീമ. അവിടെ എന്താണ് തൻവീനേശ എന്താ വന്നത്? ഹംസ വന്നിട്ടുള്ളത്. അദാബൻ അലീമ ഹംസ. അപ്പോ ഇങ്ങനെ ആ തൻവീനിനും സുക്കൂനുള്ള നൂനിനും ശേഷം വരുന്ന അക്ഷരങ്ങൾക്ക് അനുസരിച്ചാണ് നീട്ടണമെങ്കിൽ നീട്ടണം, മണിക്കണമെങ്കിൽ മണിക്കണം, കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ എടുക്കാൻ പോണ നിയമവും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ നിങ്ങൾ പറഞ്ഞു തരണം. അയ്യോ സോറി. ഞാൻ എടുക്കാൻ പോണ നിയമം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നേരത്തെ പറഞ്ഞ സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ചാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തെ നിയമമാണ് ഇൽഹാർ എന്ന് പറയുന്നത്. ആദ്യത്തെ നിയമത്തിന്റെ പേര് ഇൽഹാർ. ഇൽഹാർ എന്ന നിയമമാണ് ഇവിടെ വരുന്നത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വ്യക്തമാക്കി ഓതുക എന്ന് മാത്രമാണ്. ഒന്നും ചെയ്യണ്ട, ഒരു പരിപാടിക്ക് നിൽക്കരുത്. സുക്കൂനുള്ള നൂനിന് ശേഷം ഇൽഹാറിന്റെ അക്ഷരം വന്നാൽ ഒന്നും ചെയ്യണ്ട, അവിടെ ഓതിപ്പോയാൽ മാത്രം മതി. സുക്കൂനുള്ള നൂനിന് ശേഷം തൻവീന് ശേഷം ഇൽഹാറിന്റെ അക്ഷരം വന്നാൽ ഒന്നും ചെയ്യണ്ട, അതങ്ങോട്ട് ഓതിപ്പോയാൽ മതി. ഏതാണ് ആ അക്ഷരങ്ങൾ? അതറിയണമല്ലോ. ആ അക്ഷരങ്ങൾ മാത്രം ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ചിരി വരും, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ച അക്ഷരങ്ങളാണ്. ഇതാണ് ആ അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മുന്നേ എന്തിന്റെയാന്ന് പഠിച്ചിട്ടുണ്ടോ? ഹൽക്കിന്റെ അക്ഷരങ്ങൾ. അതന്നെ, അൽഹംദുലില്ലാ. ഹൽക്കിന്റെ അക്ഷരങ്ങളാ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാ ഇതൊക്കെ തൊണ്ടയിൽ നിന്ന് വരേണ്ട അക്ഷരങ്ങളാണെന്ന്. ആ അക്ഷരങ്ങൾ തന്നെയാണ് ഇൽഹാറിന്റെ അക്ഷരങ്ങളും. ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരാൾ ചോദിച്ചാൽ എന്താ പറയാ? ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. ഒന്ന് രണ്ട് പേര് പറയോ? ഈ ഒരു മോഡലിൽ പറയണേ, ഒരു ടൂണ് പോലെ. ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. യെസ്, രണ്ടുപേരും കൂടി. ഹംസ ഹ ഐൻ ഹ ഗൈൻ ഖ. ഓക്കെ, ഒരാള്. ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. അതാണ് എന്തിന്റെ അക്ഷരങ്ങൾ? ഇൽഹാറിന്റെ അക്ഷരങ്ങൾ. അപ്പൊ നിങ്ങൾ ആദ്യത്തെ പണി പഠിച്ചു. ഇനി നിങ്ങൾ പറഞ്ഞ ഉദാഹരണം ഒന്ന് പരിശോധിക്കുക. ആദ്യം നിങ്ങൾ പറഞ്ഞ ഉദാഹരണങ്ങൾ. ഒന്ന് അൻഹ. ഒരിക്കലും അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ആഹ എന്ന് ഓതാൻ പറ്റൂല. കാരണം അവിടെ എന്താണ്? ഇൽഹാറാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം എന്ത് വന്നു? ഹംസ ഹ എന്നതില് ഹ വന്നു.
എന്താ നമ്മൾ ചെയ്യേണ്ടത്? വെറുതെ വിട്ടേക്ക, ഞാൻ ആ പണിക്കില്ലേ, അൻഹ, കഴിഞ്ഞു. ഇതായിരിക്കണം നമ്മുടെ ഓത്ത്. ഓക്കെ, അതിലൊരു ഉദാഹരണങ്ങൾ കണ്ടോ? 1, 2, 4, 6, 8 ഉദാഹരണങ്ങൾ ആദ്യം കൊടുത്തിട്ടുണ്ട്. 8 ഉദാഹരണങ്ങൾ. അത് ഓരോ ഉദാഹരണം ഓരോരുത്തരും വായിക്കണം. വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ഇൽഹാറിന്റെ അക്ഷരങ്ങൾ വന്നാൽ വ്യക്തമാക്കി ഓതണം. വ്യക്തത വരണം. അവിടെ നിങ്ങൾ പറയുന്ന തൻവീനും കേൾക്കണം, ശേഷമുള്ള അക്ഷരവും കേൾക്കണം. ഇതാണ് നിയമം. ഇൻഷാ അല്ലാഹ് ഒന്ന് ഓതി നോക്കാം. ഫസ്റ്റ് ഉദാഹരണം ഞാൻ തന്നെ വായിക്കാം. ഓക്കെ, റെഡിയല്ലേ? റെഡിയാണോ? ready. ഇൻഷാ അല്ലാഹ്. ത്വയ്റൻ അബാബീൽ, ത്വയ്റൻ അബാബീൽ. ഇങ്ങനെയാണ് ഓതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഉദാഹരണം ഒരാൾ പറഞ്ഞോളി. നാറുൻ ഹാമിയ. നാറുൻ ഹാമിയ. മാഷാ അല്ലാഹ്, കറക്റ്റ് ആണ്. അടുത്ത ആള്. ലിമൻ ഖശിയ. ലിമൻ ഖശിയ. ഖായല്ല, ഖായാണ്. ലിമൻ ഖശിയ. ഒന്നും ചെയ്യരുതില്ല. യെസ്. Min ghayrihi. മിൻ ഗൈരിഹി. അൽഹംദുലില്ലാ. അടുത്ത ആള്. യൗമഇദിൻ അലൈഹ. യൗമഇദിൻ അലൈഹ. ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ തന്നെ കേട്ടോ, അല്ലാതെ നല്ല അടിപൊളിയായിട്ട് ഓതാ. അപ്പൊ യൗമഇദിൻ അലൈഹ ഓതാൻ പറ്റില്ല. ഓക്കെ, മിൻഹു ഖിതാബ. മിൻഹു അവിടെ ഇടയിലാ വന്നേക്കണേ. മിൻഹു, മിൻഹു ഖിതാബ. ഓക്കെ, അടുത്തത്. മിൻ ഐനിൻ ആനിയ. 2 എണ്ണം. മിൻ ഐനിൻ ആനിയ. ഒന്നുകൂടി പറയുങ്ങള്. മിൻ ഐനിൻ ആനിയ. മിന്നിന് കട്ട് ഇങ്ങനെ ഒരു സ്മൂത്തിങ് കൊടുക്കരുത്, അപ്പൊ ഇൽഹാർ മാറും. മിൻ ഐനിൻ ആനിയ. മിൻ ഐനിൻ. അപ്പൊ മറ്റേതാവും. മിൻ ഐനിൻ ആനിയ. മാഷാ അല്ലാഹ്. ലാസ്റ്റ് ഉദാഹരണം കുഫുവൻ അഹദ്. നമ്മളെപ്പോഴും ഓതുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അങ്ങനെ ഓതണ്ടേ. ഇനി നാളെ നിങ്ങളുടെ പള്ളിയിൽ ഇമാമ തറാവിക്കോ വിത്തറിനൊക്കെ ലാസ്റക്കാത്തിൽ ഓതുമ്പേ കുഫുവൻ അഹദ് എന്ന് ഓതിയാ നേരെ ചെവിക്കടെ പിടിക്കാം. ഇൽഹാർ അറിയോടെ നിനക്ക് എന്ന് ചോദിക്കണം. ഇൽഹാറിൽ എങ്ങനെയാടാ തൻവീന് ശേഷം ഹംസ വന്ന എങ്ങനെയാണ് മടിക്കുക എന്ന് ചോദിച്ചാ ബായ് അള്ളാഹ്, അല്ലെങ്കിൽ അവിടുത്തെ ഇമാമ് പടച്ചവനെ, ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും നല്ല ഹിൽമാണല്ലോ എന്ന് കരുതും. അപ്പൊ നമ്മൾ അങ്ങനെ കരുതിക്കാൻ വേണ്ടിയൊന്നല്ല, നമ്മൾ പഠിച്ചിരിക്കാൻ വേണ്ടിയാ. അപ്പൊ എങ്ങനെ ഓതേണ്ടത്? കുഫുവൻ അഹദ്, കുഫുവൻ അഹദ്. ഓക്കെ, അടുത്ത ഉദാഹരണങ്ങൾ ഇനി 1, 2, 3, 4, 5, 6 പേര് റെഡിയാവുക. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരായിട്ട് ഉദാഹരണം പറയാം. ആദ്യത്തെ ഉദാഹരണം ഫമൻ, അത്. ഓക്കെ, ഫമൻ ഉഫിയ. ഫമൻ ഉഫിയ. മാഷാ അല്ലാഹ്. Min akhihi. മിൻ അഖീഹി. ഓക്കെ, മൻ അദിന. മൻ അദിന. കറക്റ്റ് ആണ്. കിതാബുൻ ഹകീം. കിതാബുൻ ഹകീം. അദാബുൻ അലീം. അദാബുൻ ഗലീദ്. ഓക്കെ, ലാസ്റ്റ് ഉദാഹരണം. ഹാസിദിൻ ഇദാ ഹസദ്. ഹാസിദിൻ ഇദാ ഹസദ്. മാഷാ അല്ലാഹ്. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പാഠം. ഇത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷേ നാളെ അടുത്ത ക്ലാസ്സിലൊക്കെ ഹിഫ്ള് ഓതുമ്പോ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇൽഹാറിന്റെ അവിടെ മണിക്കാനോ അതിൽ കൂട്ടിച്ചേർക്കാനോ ഒന്നിനും നിൽക്കരുത്. ഇനി നിങ്ങൾ ചെറിയൊരു ടാസ്ക് തരാം. ഞാനിതാണ് സ്ക്രീനോട് കളയാണ്. ഓക്കെ, ചെറിയൊരു ടാസ്ക് നിങ്ങൾക്ക്. എന്താണെന്നറിയോ? നമ്മൾ പഠിച്ച സൂറത്തുകളോ അല്ലാത്ത സൂറത്തുകളോ ആയിക്കോട്ടെ, ഖുർആൻ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇപ്പൊ നിങ്ങൾ പഠിച്ച അക്ഷരങ്ങൾക്ക് വന്നിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഇൽഹാറുകൾ, ഏതെങ്കിലുമൊക്കെ ഇഖ്ഫാകൾ, ഒരെണ്ണം ഒരാള്. നമുക്കിപ്പോ നിലവിൽ എത്ര പേരുണ്ട്? 63 പേരുണ്ട്. 60 പേരൊക്കെ പറയണം എന്നാണ് എന്റെ ആഗ്രഹം. എന്നാലും നോക്കാം. തൻവീനാണ് അല്ലെങ്കിൽ സുക്കൂനുള്ള നൂന്, ഏതെങ്കിലും ഒരു ഇൽഹാറിന്റെ ഉദാഹരണം നിങ്ങൾ
പരിശുദ്ധ ഖുർആൻ നോക്കി ഇപ്പോൾ തന്നെ വോയിസ് മീൻസ് മൈക്ക് ഓൺ ആക്കി പറയണം. ശ്രദ്ധിക്ക, ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഹ. ചെയ്യേണ്ടത് സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ വ്യക്തമാക്കി ഓതണം. ഇത് നിങ്ങളുടെ പണിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോളൂ. ഖുർആൻ തുറക്ക, ഉദാഹരണം കണ്ടെത്തിയാൽ വോയിസ് ഇടാം. ഒരാൾ ഒരു പ്രാവശ്യം ഓതിയാൽ മതി. തൻവീനാകാം, സുക്കൂനുള്ള നൂനാകാം, ഏതും ഓതാം. ഒരെണ്ണം ഓതാ, മൈക്ക് ഓഫ് ചെയ്യാം. മിൻ റെഡി? അഹ്ലിൽ കിതാബി മിൻ സൂറത്ത് അഹ്ലിൽ ബയ്യിന. കിതാബി. മാഷാ അല്ലാഹ്. ഒന്നാമത്തെ കഴിഞ്ഞു. ഓക്കെ. وأما من خفت موازينه അമ്മാമൻ ഖഫത്ത് കേട്ടോ. അമ്മാമൻ നിങ്ങൾ ബാക്കിയുള്ളവർ കേട്ടോട്ടോ. അമ്മാമൻ ഖഫത്ത്. ഓക്കെ. ما أغنى عنه ماله وما كسب യെസ്. മാ അഗ്ന അൻഹു, അൻഹു മാലുഹു. ഓക്കെ. കുഫുവൻ അഹദ്. അത് നടക്കൂല. അത് ഓൾറെഡി അവൾ പറഞ്ഞു ഉദാഹരണം. ذرة خيرا. ذرത്തിൻ ഖൈറ, ഖൈറ. യെസ്, മാഷാ അല്ലാഹ്. ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ. മറ്റേ സഹോദരി അത് കുഫുവൻ അഹദ് എടുത്തുട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞെന്നുള്ളേ. ഓക്കെ, അടുത്ത ആള്. മിൻ അഹ്ലിൽ കിതാബ്. യൗമഇദിൻ അലൈഹ, അങ്ങനെയാണോ പറഞ്ഞേ? യൗമഇദിൻ കേട്ടില്ല. ആയത്തിന് وجوه يومئذ خاشعة വജൂഹു യൗമഇദിൻ ഖാശിയ. ഓക്കെ. ഇക്ക എന്താ പറഞ്ഞത്? മിൻ അഹ്ലിൽ കിതാബ്. മിൻ അഹ്ലിൽ കിതാബി. മാഷാ അല്ലാഹ്. ഓക്കെ, അടുത്തത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മിൻ അലഖ്. യെസ്. മിൻ അലഖ്. അത് യെസ്. കറക്റ്റാണ്. തസ്ലാ നാറൻ ഹാമിയ. തസ്ലാ നാറൻ ഹാമിയ. അൽഹംദുലില്ലാ, നല്ല നല്ല ഉദാഹരണങ്ങൾ. മാഷാ അല്ലാഹ്. ഹൂറുൻ ഐൻ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? യൗമഇദിൻ അനിൻ നഈം. യൗമഇദിൻ രണ്ടും ശരിയാണ്. ഹൂറുൻ ഐനും യൗമഇദിൻ അനിൻ നഈം. ഓക്കെ. അൻഅംത. അൻഅംത. بعذاب أليم മിൻ അദാബിൻ അലീം. മാ അഗ്ന അൻഹു. മാ അഗ്ന അൻഹു. അൻഹു. യെസ്, കറക്റ്റാണ്. അജുറുൻ ഗൈറു മംനൂൻ. അജുറുൻ ഗൈറു. മാഷാ, നല്ല ഉദാഹരണം. അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, വേറെ. ത്വയ്റൻ അബാബീൽ. ത്വയ്റൻ അബാബീൽ. മാഷാ അല്ലാഹ്. ഇതൊക്കെ വന്ന ഉദാഹരണങ്ങളാണ്. പക്ഷെ അതായാലും സാരല്ല, നമ്മൾ നമുക്കത് കണ്ടപ്പോ മനസ്സിലായല്ലോ എന്നുള്ളതാണ്. അൽഹംദുലില്ലാ. എങ്ങനെ? مساء أهوى ഗുസാഅൻ അഹ്വ. وما وكل شيء أحصيناه وكل شيء أحصيناه. നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞ ഉദാഹരണം കേട്ടില്ല. وما لأحد عنده. വമാലി അഹദിൻ ഇൻദ. മാഷാ അല്ലാഹ്. ലിഅഹദിൻ ഇൻദ. മാഷാ അല്ലാഹ്, അടിപൊളി. അനാ ആബിദുൻ. അലാ ആബിദുൻ. ബാക്കി അലാ ആബിദുൻ അങ്ങനെ. വല അന അനൂന് സുക്കൂനുണ്ട്. വല അന ആബിദുൻ മാ അബത്തും. സുക്കൂനെ അത് നമ്മൾ പഠിക്കാനുള്ളത്. അത് ഉപയോഗിക്കരുത്, അലിഫ് ഉപയോഗിക്കരുത് എന്നുള്ള സുക്കൂനാണ്. അത് സുക്കൂനല്ല, അത് വട്ടമാണ്. ചുമ്മാ ഒരു വട്ടം എടുത്തേക്കണേ. അതെ, അത് തെറ്റിദ്ധരിക്കും. കാരണം ആരായാലും അങ്ങനെ സംഭവം വരും. അത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്.
വല അന ആബിദുൻ എന്ന് ഓതരുത്, വല അന ആബിദുൻ എന്ന് ഓതണം എന്നതാണ് അവിടെ നമ്മൾ ഖുർആനിന്റെ റസ്മുമായി ബന്ധപ്പെട്ട് എഴുത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു നിയമമാണത്. അത് പറയാം, നമുക്ക് പിന്നീട് പറയാം. അബാബിലോ? ഓക്കെ, ഓൾറെഡി പറഞ്ഞതാണെന്നാലും കുഴപ്പമില്ല. മരീളൻ ഔ അലാ സഫരി. മരീളൻ ഔ അല. ഊഫ്, ഇതൊക്കെ എങ്ങനെ കണ്ടെത്തണെത്താ? മാഷാ അല്ലാഹ്. നമ്മളൊക്കെ നോക്കിയ കാണുന്നത് ചെറിയ ചെറിയ ഉദാഹരണങ്ങളാ. അൻഹും എന്നൊക്കെ ഇങ്ങനത്തെയൊക്കെ നമ്മള് കാണാം. മാഷാ അല്ലാഹ്. നമുക്കൊരു കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഹിഫ്ള് റെഡി ആയി തുടങ്ങാം. ഹിഫ്ളിലേക്ക് കടക്കണ സമയം നമ്മുടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ഫീ ജന്നത്തിൻ ആലിയ, കറക്റ്റ് ആണ്. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? പെട്ടെന്ന് പറയും. അൽഹംദുലില്ലാഹ് 66 പേരായില്ലേ? മാഷാ അല്ലാഹ്. പറഞ്ഞപ്പോ തന്നെ ഒരാള് പോയി. ഓക്കെ, ഏതായാലും എല്ലാരും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇൽഹാർ എന്താണെന്നാണ് നമ്മളിവിടെ ചിത്രമാക്കിയിട്ടുള്ളത്. അപ്പോ സുക്കൂനുള്ള നൂനിനോ തൻബീനിനോ ശേഷം ഇൽഹാറിന്റെ അക്ഷരങ്ങളായിട്ടുള്ള ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഹ എന്നീ അക്ഷരങ്ങൾ എവിടെയെങ്കിലും വന്നാൽ അവിടെ ക്ലിയർ ആക്കി ഓതണം. ഒരു തുള്ളി പോലും എന്ത് ചെയ്യരുത്, മണിക്കാൻ പാടില്ല എന്നതാണ് നമ്മൾ നിലവിൽ പഠിച്ച നിയമങ്ങൾ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ഹിഫ്ള് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ നിയമം മനസ്സിലായോ? ഇൽഹാർ മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇത് ഒന്നുകൂടി പറയണോ? ഹംസയുടെ ഒപ്പം അലിഫ് വന്നാലും അതേ നിയമം തന്നെയാണോ? എങ്ങനെ? ഹംസക്ക് പകരം അലിഫ് വന്നാല്? ഹംസക്ക് വരെ അലിഫില് ഹർക്കത്തിട്ട് വരില്ല, ഒന്നാമത്തെ വിഷയം. ഓക്കെ, അലിഫിന് ഹർക്കത്ത് ഉണ്ടെങ്കിൽ അത് ഹംസയാണ് കേട്ടോ. അലിഫ് എന്ന് പറഞ്ഞ അക്ഷരം നീട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അക്ഷരാണ്. ആ അലിഫ് ഹംസ ചെറുതായത് കൊണ്ട് പലപ്പോഴായി അലിഫിന്റെ സഹായം തേടാറുണ്ട്. അതുകൊണ്ട് തന്നെ അലിഫിന് ഫത്തഹോ കസറോ ലമ്മോ ഉണ്ടെങ്കിൽ അത് അലിഫല്ല, ആരാണ്? ഹംസയാണ്. ഒരിക്കലും അലിഫിന് അങ്ങനെ വരൂല. ഓക്കെ, ഹർക്കത്തുള്ള അക്ഷരത്തോടാണ് നിയമങ്ങൾ ചേരുക, ഹർക്കത്തില്ലാത്ത അക്ഷരങ്ങൾ ചേരില്ല. ഓക്കെ, ശരി ശരി, അൽഹംദുലില്ലാഹ്. സംശയം നല്ലതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി? ഒന്നുകൂടി എടുക്കണോ? ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം. ഒന്നുകൂടി പറഞ്ഞോളൂ. പറയാം അല്ലെ? അപ്പൊ നമ്മൾ നിലവിൽ പറഞ്ഞു നിർത്തിയത്, ഞാൻ സ്ക്രീൻ എടുക്കട്ടെ ഒരു മിനിറ്റ്. അതായത് നമുക്ക് ഓതുമ്പോൾ ഒരുപാട് നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓതേണ്ടത്. ആ പാലിക്കുന്ന നിയമങ്ങളിൽ ഏകദേശം 5 നിയമങ്ങൾ തുടങ്ങുന്നത്, ആരംഭിക്കുന്നത് സുക്കൂനുള്ള നൂന് തൻവീന് എന്നീ രണ്ട് അക്ഷരങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളിലൂടെയാണ്. അതായത് തൻവീൻ വന്നതിന് ശേഷം എന്താണ് എന്ന് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ സുക്കൂനുള്ള നൂന് വന്നതിന് ശേഷം എന്താണ് എന്ന് നോക്കിയിട്ടാണ്. അങ്ങനത്തെ സന്ദർഭങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വന്നതിന് ശേഷം അതിന് തൊട്ട് ശേഷം വരുന്ന അക്ഷരത്തെ അനുസരിച്ചാണ് നിയമങ്ങൾ ഓതേണ്ടത്, അതായത് ഓത്തിൽ മാറ്റം വരുത്തേണ്ടത്. 5 നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വ്യക്തമാക്കി ഓതലാണ്, മറ്റൊന്ന് വ്യക്തമാക്കാതെ ഓതലാണ്, 3 കൂട്ടിച്ചേർത്ത് ഓതലാണ്, അതുപോലെ തന്നെയോ മാറ്റിമറിച്ച് ഓതേണ്ടത്. അങ്ങനത്തെ ഏകദേശം 5ഓളം നിയമങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. മനസ്സിലായോ? അതിന്റെ ഒന്നാമത്തെ നിയമമാണ് നമ്മൾ നിലവിൽ പഠിച്ചിട്ടുള്ളത്, ഇൽഹാർ എന്ന നിയമം. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി ഓതുക എന്നതാണ്. നിങ്ങൾ ഇനി ഒരിക്കലും ഞാൻ ഈ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറയേണ്ടത് ഇൽഹാർ ചെയ്യുക എന്നതാണ്, അല്ലാതെ വ്യക്തമാക്കി ഓതുക എന്നല്ല പഠിക്കേണ്ടത്. കാരണം കുറച്ചും കൂടി അത് മനസ്സിലാകണമെങ്കിൽ ഇൽഹാർ എന്ന് തന്നെ പഠിക്കണം. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി ഓതുക എന്നതാണ്. വ്യക്തമാക്കണം, ഓത്ത് എന്താണെന്ന് വ്യക്തമാക്കണം. അതിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് 6 അക്ഷരങ്ങളാണ്.
തൊണ്ടയുടെ അക്ഷരങ്ങളായി നമ്മൾ പഠിച്ച 6 അക്ഷരങ്ങൾ ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഹ. ഈ 6 അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷമാണ് വരുന്നത് എങ്കിൽ അവിടെ വ്യക്തമാക്കി ഓതണം എന്നത് മാത്രമാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള പാഠം. ഇതിന്റെ ഉദാഹരണങ്ങളാണ് നിങ്ങൾ വായിച്ചത്. തൻവീനിന്റെ ഉദാഹരണം ത്വയ്റൻ അബാബീൽ. ത്വയ്റൻ എന്നവിടുത്തെ തൻവീൻ വന്നു, ശേഷം വന്നത് ആ എന്നുള്ളത് ഹംസയാണ്. നമ്മൾ എന്ത് ചെയ്തു? വ്യക്തമാക്കി ത്വയ്റൻ അബാബീൽ. മിൻ ഗൈരിഹി, അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷമാണ് ഇദ്ഹാറിന്റെ അക്ഷരമായ ഗൈൻ വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ എന്തോതി? മിൻ ഗൈരിഹി എന്ന് വ്യക്തമാക്കി ഓതി. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നിയമപരമായി ആകത്തുക പഠിച്ചത്. ഓക്കെ അല്ലെ? ഓക്കെ ആണോ? അത് റെക്കോർഡ് ക്ലാസ് ആണല്ലോ, എന്തായാലും റെക്കോർഡിംഗിൽ ഉണ്ടാവും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇല്ലെങ്കിൽ ഇൻഷാല്ല റെക്കോർഡ് ക്ലാസ് കേൾക്കാനും മതിയാകും. നമ്പർ വേണമെങ്കിൽ അഡ്മിന്മാരോട് ചോദിച്ചാൽ കിട്ടും. എന്റെ പേഴ്സണൽ ആയിട്ട് സംശയങ്ങൾ ചോദിക്കുന്നവർക്ക് ചോദിക്കാം. ഇൻഷാല്ല നല്ലതാണത്. ഓക്കെ ഓക്കെ ശരി. ഇനി നമുക്ക് ഇൻഷാല്ല നമ്മുടെ ഹിഫ്ള് ഒന്ന് റെഡിയാക്കണം. നമ്മൾ നിലവിൽ 4 സൂറത്താണ് പറഞ്ഞതെങ്കിൽ പോലും എനിക്ക് HOD വിവരം തന്നത് ഹിഫ്ള് ആളുകളെ എല്ലാരും വോയിസ് ഇടുന്നില്ല. അത് വലിയൊരു സങ്കടമായിപ്പോ എനിക്ക്. എല്ലാരും വോയിസ് ഇടുന്നില്ല എന്നുള്ളൊരു സങ്കടം. മീൻസ് പലവരും ലാസ്റ്റ് ഇപ്പൊ അൽഹാഖു മുത്തക്കാസുർ ഒക്കെ നല്ലോണം വൈകുന്നുണ്ട് വോയിസ് ഇടാൻ എന്നൊക്കെ ഒരു അഭിപ്രായം രക്ഷിതാക്കളുടെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടെന്ന് സൂചിപ്പിച്ചു. നിങ്ങളുടെ സമയക്കുറവായിരിക്കാം, എല്ലാം ആയിരിക്കും. പക്ഷെ ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുക്കണം എന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാല്ല ഗ്രൂപ്പിൽ വോയിസോടുകൂടി പാഠഭാഗം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് അപ്പോൾ കേൾക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് എപ്പോഴാണോ അത് കേൾക്കേണ്ടത് ആ സമയത്ത് അത് ഓണാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് കേൾക്കുക. ഉടനെ തന്നെ ഖുർആൻ തുറന്നിരുന്ന് പഠിക്കുക. ഒരു 10 മിനിറ്റ് പോലും വേണ്ട. കാരണം ഓൾറെഡി നമ്മൾ പഠിച്ച സൂറത്തുകളാണ്. ഇനി വലിയ സൂറത്തിലേക്ക് വരുമ്പോൾ മാത്രമേ കുറച്ച് ടഫ് വരുള്ളൂ. അപ്പോഴും എടുക്കുന്നത് വളരെ കുറച്ചായിരിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 3 ആയത്ത് 4 ആയത്ത് എന്ന രൂപത്തിലേക്ക് എടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പ്രയാസപ്പെടുത്തി നമ്മൾ പഠിപ്പിക്കൂല, മറിച്ച് നിങ്ങൾക്കും എളുപ്പമുള്ള രൂപത്തിലെ പഠിപ്പിക്കുള്ളൂ. അപ്പൊ ഇദാ സുൽസിലത്ത് വരെ ഒരു പക്ഷെ എല്ലാവർക്കും അറിയാം എന്നതുകൊണ്ടാണ് സൂറത്ത് വേസിൽ എടുത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അൽഹാഖു മുത്തക്കാസുർ ആണ് നിലവിൽ എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് എടുക്കുന്നത് വെറും 3 സൂറത്ത് മാത്രം. അൽ ഖാരിയ എടുക്കും, ആദിയാത്ത് എടുക്കും, അതുപോലെ തന്നെ ദുൽസിലത്തും എടുക്കും. 3 സൂറത്തുകൾ മാത്രമാണ്. സിൽസാല്, ആദിയാത്ത്, ഖാരിയ 3 സൂറത്തുകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻഷാ അല്ലാഹ് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നിലവില് പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ എല്ലാവരും ക്ലിയർ ആയി പഠിച്ചു, വോയിസ് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ എനിക്കറിയാം. എന്നാൽ പോലും ഒരു സൂറത്ത് 2 പേര് വെച്ച് ഓതാം. ആ ഓതേണ്ടവരെ പേര് ഞാൻ വിളിക്കാം, ശ്രദ്ധിക്കണം. ഞാൻ വിളിച്ചിട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഓതാൻ പ്രയാസമുണ്ടെങ്കിൽ മെയ്ക്ക് ഓണാക്കണ്ട. കാരണം പലവർക്കും പല അവസ്ഥകളായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ പേര് വിളിക്കുന്നവർക്ക് ഓതാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ മെയ്ക്ക് ഓണാക്കണ്ട. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഓതാതായാൽ ഞാൻ അടുത്ത ആളെ വിളിച്ചോളാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? വിളിക്കട്ടെ? വിളിക്കട്ടെ? ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ മുകളിൽ നിന്ന് തന്നെ വിളിക്കാം. അൽഹാഖു മുത്തക്കാസുർ ആണ് ചോദിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ആയിഷ അബ്ദുൽ ഗഫൂർ. സൗകര്യക്കുറവുണ്ടെങ്കിൽ പറയണം, നമുക്ക് അടുത്ത ആളെ വിളിക്കാം. ശരി, അവര് തയ്യാറല്ലാന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് അൻഷത്ത് ഹുസൈൻ. പച്ചവൻ ആരും തയ്യാറല്ലേ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളെല്ലാവരും ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ബിന്ത് ഹനീഫ്.
ഈ കളിക്ക് ഒരു മറുകളി കളിക്കാം. ഫസ്റ്റ് ഓതേണ്ടത് നാസാണ് കേട്ടോ. അപ്പൊ ഇനി എല്ലാവരും റെഡി ആയിരിക്കും. ആ കൂത്തക്കാസറായപ്പോ എല്ലാവർക്കും ധൈര്യം പോയി. ഫസ്റ്റ് ഓതേണ്ടത് നാസാണ്. ആദ്യത്തെ ആള് അമർ ഹാദി ബിൻ സൗദ്. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. മാഷാഅല്ലാ മാഷാഅല്ലാ, നല്ല രീതിയിൽ ഓതി കേട്ടോ. ഓക്കെ, ഖുൽ ബിറബ്ബിൽ ഫലഖ് ഓതേണ്ടത് സൈനുദ്ദീൻ കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. മാഷാഅല്ലാ മാഷാഅല്ലാ. മൂന്നാമത്തെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതേണ്ടത് എല്ലാവരും റെഡി ആയിരിക്കും. ആ സുഹൃത്ത് ഞാൻ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഞാൻ എന്തിനാ സൂറത്ത് ഓതിയെന്ന് അറിയോ? സാധാരണ ഹിഫ്ള് പഠിപ്പിക്കുമ്പേ മക്കള് കണ്ടാണോ ഓതണേ കാണാതാണോ ഓതണേന്ന് അറിയില്ലല്ലോ ലൈവിലൊക്കെ ഓതുമ്പേ. അപ്പോ നമ്മൾ പറയും നിങ്ങൾ കണ്ണടച്ച് ഓതാൻ പറയും. ഇതിപ്പോ നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചേക്കണ്. ദയവ് ചെയ്ത് കണ്ട് ഓതരുതട്ടാ. ഇത് ഹിഫ്ള് പഠിക്കണെയാണ്. അത് ഓർമ്മ നിങ്ങൾക്കൊക്കെ വേണം ഇൻഷാ അല്ലാ. ഓക്കെ, അടുത്ത തബ്ബത്ത് ഹഫ്സ ബഷീർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في തഹു അല്ല തുഹു. وامرأته حمالة الحطب في جيدها حبل من مسد. മാഷാഅല്ലാ മാഷാഅല്ലാ. ബീന ഇദാ ജാ നസ്റുല്ലാഹ്. അൻഷ കെ കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. ഓക്കെ, ഇനി കാഫറൂനാണ്. ജമീല. ജലീല.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. അടുത്തത് മുഹമ്മദ് ബാബു കൗസർ. بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. أرأيت الذي يكذب بالدين. نوفرة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. اوكي ما شاء الله. قريش نسيمة. السلام عليكم. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. من خوف. إظهار. ما شاء الله ما شاء الله. فيلي آسيا أبو. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف معقول. ما شاء الله ما شاء الله ما شاء الله. فاطمة بنت صغير. ويل لكل همزة لمزة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة فما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. ما شاء الله. ഓഫ് ما شاء الله ما شاء الله. നന്നായി പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഇനി വൽ അസ്ർ ആര് ഓതും? സബീന റഊഫ് സബി. സബീന. أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇനിയാണ് നമ്മുടെ സൂറത്ത് വരുന്നത്. ഇനി ഒരൊറ്റ ആള് നാസർ തച്ചവള്ളത്ത് അൽഹാക്കുമുത്ത കാസർ നോതോ? നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് നാസർ തച്ചവള്ളത്ത്. ഇനി ധൈര്യമുള്ള അബ്ദുൾ റസാഖ്. ഞാൻ എല്ലാവരും പേര് വിളിക്കാം. ഓതണം. മാഷാ അല്ലാ. അൽഹാക്കുമും തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين ثم لتسألن ثم لا تسأل ثم لتسألن يوم الدين عن النعيم يومئذ ما شاء الله. അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ നിലവിൽ പഠിച്ച സൂറത്തുകളെല്ലാം നമ്മൾ ഓദിച്ചു. എല്ലാവരെ കൊണ്ട് ഓദിപ്പിച്ചിട്ടില്ല. ഇതില് ഏതെങ്കിലും സൂറത്ത് നിങ്ങൾ സ്വയം പഠിക്കാത്ത ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമ്മളത് പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഒരു ക്ലാസ് ഞാൻ ഇൻഷാ അല്ലാ ഞാൻ ഒരുപക്ഷെ അടുത്ത ക്ലാസ്സോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സോ ആയിരിക്കും. പുതിയതൊന്നും പഠിപ്പിക്കില്ല, പഴയത് മാത്രം ഒരാളോട് 3-4 സൂറത്തൊക്കെ ചോദിക്കുന്ന രീതിയിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ വരിക. ഏതെങ്കിലും സൂറത്ത് ഇതിൽ ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ഇന്നും നാളെയായി തന്നെ റമദാനാണ്, നല്ല സമയം ഉപയോഗപ്പെടുത്തുക. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണ്. ഫ്രീ ആണെങ്കിൽ രാത്രി മഗ്‌രിബിന് ശേഷം ഒക്കെ ഇരുന്ന് പഠിച്ച് നമുക്ക് വേണ്ടിയാണ് എന്നുള്ളത് ബോധ്യം നമുക്കുണ്ടാവുക ഇൻഷാ അല്ലാ. ഞാൻ എന്തായാലും പുതിയ സൂറത്തെ എല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇരുന്നത്. പക്ഷെ ഈ അവസ്ഥയിൽ പുതിയ 3 സൂറത്ത് എടുത്തിട്ട് കാര്യമുണ്ടോ എന്ന് നിങ്ങൾ എന്താ പറയണേ? പുതിയ സൂറത്ത് എടുക്കണോ വേണ്ടേ? പഴയ തന്നെ ക്ലിയർ ആക്കാൻ സമയം വേണോ? അല്ലെങ്കിൽ 2 സൂറത്ത് എടുക്കണോ? പുതിയ സൂറത്ത് എടുക്കാം. പുതിയ സൂറത്ത് എടുക്കാം. ശരി, അൽഫാരിയാണേ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. القارعة القارعة ما القارعة ما القارعة وما أدراك ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش وتكون الجبال كالعهن المنفوش فأما من فأما من ثقلت موازينه فأما من ثقلت موازينه فهو في عيشة راضية وهو في عيشة راضية وأما
من خفت موازينه وأما من خفت موازينه فأمه هاوية وما أدراك ما هي وما أدراك ما هي نار حامية نار حامية. ഓക്കെ ആണോ? അടുത്ത സൂറത്ത് തൊട്ടെ. ആ ശരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والعاديات ضبحا والعاديات ضبحا فالموريات قدحا فالموريات قدحا فالمغيرات صبحا فالمغيرات صبحا فأثرن به نقعا فأثرن به نقعا فوسطن به جمعا فوسطن به جمعا إن الإنسان لربه لكنود إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه على ذلك لشهيد وإنه لحب الخير لشديد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور وحصل ما في الصدور إن ربهم بهم يومئذ لخبير إن ربهم بهم يومئذ لخبير. അൽഹംദുലില്ലാഹ്. 2 സൂറത്ത് മതി ഇൻഷാ അല്ലാഹ്. കാരണം എന്താ അറിയോ, ഈ ആഴ്ച എന്തായാലും പുതിയ സൂറത്ത് ഞാൻ പഠിക്കാനുള്ളത് ഇടില്ല. നിങ്ങൾ ഓതി ഇടേണ്ടത് അല്ലെങ്കിൽ പഠിച്ച് പെൻഡിങ് ഉള്ള സൂറത്തുകളൊക്കെ എന്ത് ചെയ്യാ, നിങ്ങൾ പഠിച്ച് ഗ്രൂപ്പിൽ വോയിസ് ഇടുക. ഇൻഷാ അല്ലാഹ് അഡ്മിന്മാരെ എല്ലാവരും വോയിസ് ഇട്ടു എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഞാൻ പുതിയ സൂറത്തായിട്ടുള്ള ഖാരിയ ഓതി ഗ്രൂപ്പിൽ വോയിസ് ഇടാം. അത് പഠിക്കുക. ശേഷം സമയം കിട്ടും, ഏകദേശം ഒരു 10 ദിവസമൊക്കെ ഗ്യാപ്പ് കിട്ടും. അടുത്ത സൂറത്ത് പഠിക്കുക. അതും എന്ത് ചെയ്യാം, ക്ലിയർ ആക്കുക. 10 ദിവസം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി മെച്ചപ്പെടുത്താം. ഓക്കെ, ഇൻഷാ അല്ലാഹ് എന്റെ ക്ലാസ്സോട് അവസാനിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്ന് ഇൽഹാറാണ്, അതുപോലെ തന്നെ 2 സൂറത്തുകളുമാണ്. നന്നായി മനസ്സിലാക്കുക, പഠിക്കുക. ഇൻഷാ അല്ലാഹ് അതിന്റെ നോട്ട് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇട്ടേക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കൊണ്ട് ജീവിതം നന്നാക്കുന്നവരിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.